വാർത്തകളുടെ വസന്തം തീർത്ത് നേരിന്റെ വാർത്തകളുമായി N4 ന്യൂസ് ഒരു വർഷം പിന്നിടുകയാണ്. N4 News, a year of journalistic excellence, committed to bringing you the truth. പ്രാദേശിക വാർത്തകളുടെ ഹൃദയസ്പന്ദനം തൊട്ടറിഞ്ഞ് N4 ന്യൂസ് ഒരു വർഷം പിന്നിടുകയാണ്. നാളിതുവരെ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി. ലൈവ് ന്യൂസ് പുതുക്കാട് എന്ന പേരിൽ ഓൺലൈൻ വാർത്താ ചാനലായി ആരംഭിച്ച യാത്ര 2024 ആഗസ്റ്റ് 15-ന് N4 ന്യൂസ് തൃശൂർ എന്ന പേരിൽ ജില്ലയിൽ 1,00,000-ലധികം വീടുകളുടെ സ്വീകരണ മുറികളിൽ ഇടം പിടിച്ചു. കൂടാതെ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിരവധി വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമായി വാർത്തകൾ പ്രേക്ഷകരുടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിൽ N4 ന്യൂസ് പ്രാധാന്യം നൽകി. N4 TV ഇന്ന് വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുമായി കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി മാറി. ദിവസവും ഉച്ചവാർത്ത ഉൾപ്പെടെ 12 വാർത്താ നേരങ്ങൾ, പിന്നിട്ട ദിവസങ്ങളിലെ 100 വാർത്തകൾ വേഗത്തിലറിയാൻ ന്യൂസ് റീക്യാപ്പ്, പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിയ വാർത്താ പരിപാടി ആഴ്ചവട്ടം, കൂടാതെ നിരവധി വാർത്താധിഷ്ഠിത പരിപാടികൾ, പുത്തൻ സിനിമാ വിശേഷങ്ങളും പാട്ടുകളും, പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ പ്രത്യേക പരിപാടി സ്നേഹദൂത്, തൊഴിലന്വേഷകർക്ക് അവസരങ്ങൾ അറിയാൻ ജോബ് ഹണ്ട്, സമകാലീന സാമൂഹിക രാഷ്ട്രീയ പ്രസക്തമായ വിഷയങ്ങൾ ഞങ്ങൾ ഇവിടെ ചർച്ചയാക്കുന്നു. 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗൂഗിൾ പ്ലേ സ്റ്റോർ ആപ്പ് വഴി എല്ലാ മൊബൈൽ ഫോണുകളിലും N4 TV ലോകത്തെവിടെയും തത്സമയം കാണാം. കൂടാതെ ബ്രോഡ്ബാൻഡ് ശൃംഖല ജില്ല മുഴുവൻ വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി N4 നെറ്റ് ബ്രോഡ്ബാൻഡ് ഉടൻ ആരംഭിക്കുന്നു. ഇക്കാലമത്രയും നിങ്ങൾ നൽകിയ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം തുടർന്നും കൂടെയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൃശൂർ ജില്ലയിൽ നേരിന്റെ വാർത്തകളുമായി N4 ന്യൂസ് ജൈത്രയാത്ര തുടരുകയാണ്. താങ്ക് യു ഫോർ ട്രസ്റ്റിംഗ് us to bring you the news for the past year. ഇക്കാലം അത്രയും N4 ന്യൂസ് എന്ന വാർത്താ ചാനലിനോട് ചേർന്ന് നിന്നവരോടും ഞങ്ങളെ ചേർത്ത് നിർത്തിയവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. N4 ന്യൂസിന്റെ ഇന്നത്തെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എറണാകുളം തൃശൂർ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്, യാത്രക്കാർ കൊടും ദുരിതത്തിൽ. കരുവന്നൂർ ചെറിയപാലം ഭാഗത്ത് രോഗിയുമായി എത്തിയ ആംബുലൻസ് ചളിക്കുഴിയിൽ കുടുങ്ങി തകരാറിലായി. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ ഔസേപിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിലെ നിർമ്മാണ സ്ഥലത്തേക്ക് സിമന്റുമായി വന്ന ട്രെയിലർ കാനയിലേക്ക് മറിഞ്ഞു. നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു, ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴ് വീഴുന്നു. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ഇന്ത്യ ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നുവെന്ന് VS സുനിൽകുമാർ. വിശദമായ വാർത്തയിലേക്ക്. എറണാകുളം തൃശൂർ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്, യാത്രക്കാർ കൊടും ദുരിതത്തിൽ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ രൂപപ്പെട്ട ഗതാഗതക്കുരുക്ക് 12-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ്. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെ ആരംഭിച്ച കുരുക്കിന് ഇനിയും അവസാനമായില്ല. ദൂരെ നിന്നെത്തിയ ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. കനത്ത മഴ പെയ്യുന്നതും സാഹചര്യം മോശമാക്കുന്നുണ്ട്. വാഹനങ്ങളുടെ നീണ്ട നിരയാണ് റോഡിലുള്ളത്. ഇന്ധനനഷ്ട പ്രതിസന്ധിയും ഡ്രൈവർമാർ നേരിടുന്നു. വിമാനത്താവളത്തിലേക്കുള്ളവരും ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയും മരണച്ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി പുറപ്പെട്ടവരും ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് സർവീസ് റോഡിൽ മരം കയറ്റിവന്ന ഒരു ലോറി കുഴിയിൽ വീണ ശേഷം മറിഞ്ഞിരുന്നു. തടിക്കഷ്ണങ്ങൾ റോഡിലേക്ക് വീഴുകയും ചെയ്തതോടെ രാത്രി 8 മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെ ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നായിരുന്നു ഈ തടിക്കഷ്ണങ്ങൾ നീക്കം ചെയ്തത്. പട്ടാമ്പിയിൽ നിന്നും പെരുമ്പാവൂർക്ക് പോവുകയായിരുന്നു ലോറി. ലോറിയിലുണ്ടായിരുന്നവർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. സർവീസ് റോഡിൽ വാഹനങ്ങൾ ഓടി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനടുത്താണ് റോഡിൽ അരികു ചേർന്ന് മറിഞ്ഞത്. സ്ഥിരമായി ആളുകൾ നടന്നുപോകുന്ന ഭാഗത്തേക്കാണ് മറിഞ്ഞത്. അപകടം നടക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല.
ലോറി അപകടത്തിന് ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും ഗതാഗതക്കുരുക്ക് വീണ്ടും രൂക്ഷമാവുകയായിരുന്നു. ചാലക്കുടി ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. റോഡിന്റെ മോശം അവസ്ഥയും അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതുമാണ് സാഹചര്യം വഷളാക്കുന്നത്. മേൽപ്പാതയുടെയും അടിപ്പാതകളുടെയും നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത് സർവീസ് റോഡുകളെയാണ്. എന്നാൽ ഈ സർവീസ് റോഡുകളുടെ അവസ്ഥ വളരെ മോശമായതും ഗതാഗതക്കുരുക്കിന് വഴിവെക്കുന്നുണ്ട്. കുണ്ടും കുഴിയും നിറഞ്ഞതാണ് പല സർവീസ് റോഡുകളും. കരുവന്നൂർ റോഡിന്റെ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് നിർമ്മാണം നടക്കുന്ന കരുവന്നൂർ ചെറിയ പാലം ഭാഗത്ത് രോഗിയുമായി എത്തിയ ആംബുലൻസ് ചളിക്കുഴിയിൽ കുടുങ്ങി തകരാറിലായി. നാട്ടുകാർ ചെന്ന് ആംബുലൻസ് തള്ളി നീക്കിയ ശേഷം മറ്റൊരു ആംബുലൻസ് എത്തിച്ചാണ് രോഗിയെ ആശുപത്രിയിലെത്തിച്ചത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ കുഴിയിൽ അകപ്പെടുന്നു. ആംബുലൻസിന്റെ മുൻഭാഗം ചളിയിൽ മുങ്ങി വാഹനം തകരാറിലായി. പല വാഹനങ്ങളും ഇത്തരത്തിൽ കുഴിയിൽ അകപ്പെട്ടത് കാരണം പ്രദേശത്ത് ഏറെ നേരമാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടായത്. റോഡ് നിർമ്മാണം നടക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതുവഴി പ്രവേശനം. പലയിടത്തും വലിയ കുഴികളാണ്. മഴവെള്ളം കെട്ടിനിൽക്കുമ്പോൾ ഈ കുഴികൾ ശ്രദ്ധയിലും പെടുന്നില്ല. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. മേൽക്കൂരയുടെ കാലുകൾ ചരിഞ്ഞ നിലയിലാണ്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. രൂപക്കോടിന് മുകളിൽ ഷീറ്റ് വീണ് മേൽക്കൂരയും പൊളിഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിലെ നിർമ്മാണ സ്ഥലത്തേക്ക് സിമന്റുമായി വന്ന ട്രെയിലർ കാനയിലേക്ക് മറിഞ്ഞു. 40 ടൺ സിമന്റുമായി ട്രെയിലർ റോഡിൽ നിന്ന് നിർമ്മാണ സ്ഥലത്തേക്ക് കടക്കുന്നതിനിടയിൽ കാനയുടെ വശങ്ങളിലെ മണ്ണിടിഞ്ഞ് ചരിയുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ ചാടിയിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 3 ക്രെയിനുകളുടെ സഹായത്തോടെ 2 മണിക്കൂർ പരിശ്രമിച്ചാണ് ട്രെയിലർ ഉയർത്തിയത്. ഇതേ തുടർന്ന് ഗുരുവായൂർ തൃശൂർ റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ മാസവും ട്രെയിലർ ഇതേ രീതിയിൽ കാനയിലേക്ക് മറിഞ്ഞിരുന്നു. നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു. ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴ് വീഴുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് ചെറിയ തപാൽ ഓഫീസുകൾ നിർത്തലാക്കുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ മാത്രം 4 തപാൽ ഓഫീസുകൾ അടച്ചുപൂട്ടൽ പട്ടികയിലുണ്ട്. ഇവയിൽ തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിർത്തലാക്കി കഴിഞ്ഞു. കണ്ടംകുളം, ആനാപ്പുഴ, പുല്ലൂറ്റ് നോർത്ത് എന്നിവ വൈകാതെ ഇല്ലാതാകും. തിരുവഞ്ചിക്കുളം ബ്രാഞ്ച് തപാൽ ഓഫീസിന്റെ പ്രവർത്തനം ശൃംഗപുരം ഓഫീസിൽ ലയിപ്പിച്ചു. സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയായ റിക്കറിംഗ് ഡെപ്പോസിറ്റ് മുതൽ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് തിരുവഞ്ചിക്കുളത്തുകാർ ഇനി ശൃംഗപുരം ഓഫീസിനെ ആശ്രയിക്കണം. കത്തിടപാടുകളിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പലവിധ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും തപാൽ ആപ്പീസുകളെ ആശ്രയിക്കുന്നവർ ഏറെയാണ്. പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുമ്പോൾ സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങൾ പോസ്റ്റൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് ഈ ഗ്രാമാന്തരീക്ഷങ്ങളിലുള്ള ജനങ്ങൾ. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ഇന്ത്യ ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നുവെന്ന് VS സുനിൽകുമാർ വരന്തരപ്പിള്ളിയിൽ നടന്ന യുവസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനം രാജ്യം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയിലെ RSS വിഭജന ഭീതി എന്ന മുദ്രാവാക്യവുമായി മതസ്പർദ്ധ ഉണ്ടാക്കി വർഗീയ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തെ മതേതര ജനാധിപത്യ ഇന്ത്യ അത് അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയുമെന്ന് മുൻ കൃഷിമന്ത്രിയും CPI സംസ്ഥാന കൌൺസിൽ അംഗവുമായ VS സുനിൽകുമാർ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ യാതൊരു പങ്കും വഹിക്കാത്തവരും രാഷ്ട്രപിതാവിനെ കൊല ചെയ്തവരുമായവർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP രാജ്യത്തും തൃശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്യുന്നത് നാം ഇന്ന് അറിയുകയാണ്. AIYF പുതുക്കാട് മണ്ഡലം സെക്രട്ടറി VN അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PM നിക്സൺ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, AISF ദേശീയ കൌൺസിൽ അംഗം അലൻ പോൾ വർഗീസ്, മഹിളാ സംഘം നേതാക്കളായ ഷീല ജോർജ്, രാജി രാജൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് എന്നിവർ സംസാരിച്ചു.
AIYF മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംഘാടക സമിതി ചെയർമാനും CPI ലോക്കൽ സെക്രട്ടറിയുമായ ബിനോയ് ഞെരിഞ്ഞാപ്പള്ളി സ്വാഗതവും സംഘാടക സമിതി കൺവീനർ KM ആർഷാദ് നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 5 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9275 രൂപ, പവന് 74,200 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എറണാകുളം തൃശൂർ ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക്. യാത്രക്കാർ കൊടും ദുരിതത്തിൽ. കരുവന്നൂർ ചെറിയപാലം ഭാഗത്ത് രോഗിയുമായി എത്തിയ ആംബുലൻസ് ചളിക്കുഴിയിൽ കുടുങ്ങി തകരാറിലായി. കനത്ത കാറ്റിലും മഴയിലും പൂവത്തൂരിലെ വിശുദ്ധ ഔസേപിതാവിന്റെ കുരിശുപള്ളിയുടെ മേൽക്കൂര തകർന്നു. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിലെ നിർമ്മാണ സ്ഥലത്തേക്ക് സിമന്റുമായി വന്ന ട്രെയിലർ കാനയിലേക്ക് മറിഞ്ഞു. നാട്ടുവിശേഷങ്ങളുടെ വിനിമയം ഓർമ്മയാകുന്നു. ഗ്രാമീണ തപാൽ ഓഫീസുകൾക്ക് താഴ് വീഴുന്നു. ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ ഇന്ത്യ ഭരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നുവെന്ന് VS സുനിൽകുമാർ. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.